തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അയൽ രാജ്യങ്ങളിൽ ഉയർന്നുവരുന്ന ഇന്ത്യാ വിരുദ്ധതയ്ക്ക് പിന്നിൽ ചൈനയുടെ നീക്കങ്ങളെന്ന റിപ്പോർട്ട്. മാലദ്വീപിനെയും ശ്രീലങ്കയെയും പാകിസ്ഥാനെയുമൊക്കെ മുൻനിർത്തി ചൈനയുടെ കളിക്ക് പിന്നാലെ ഇപ്പോഴിതാ ബംഗ്ലാദേശിലും അത്തരം പ്രവണതകൾ ഉണ്ടാവുകയാണ്. ഇന്ത്യ ഔട്ട് എന്ന പേരിൽ ഇന്ത്യാ വിരുദ്ധ ക്യാമ്പയിൻ ബംഗ്ലാദേശിലാകെ ആഞ്ഞടിക്കുകയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനാണ് പ്രധാന പ്രതിപക്ഷ നേതാക്കളടക്കം ആഹ്വാനം ചെയ്യുന്നത്. ജനുവരിയിൽ ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ ക്യാമ്പയിൻ രാജ്യത്ത് ഉണ്ടായിരുന്നു. ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് 10 ദിവസത്തിനു ശേഷം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ അഭ്യർത്ഥിച്ച് ഭട്ടാചാര്യ എന്നയാൾ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോ ഏകദേശം 10 ലക്ഷം വ്യൂസ് നേടി. അന്നു മുതലാണ് അദ്ദേഹം ഇന്ത്യാ വിരുദ്ധ പ്രചാരണം ആരംഭിച്ചത്. ബംഗ്ലാദേശി ഡോക്ടറും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പ്രധാന വിമർശകനുമായ പിനാകി ഭട്ടാചാര്യയാണ് ഇന്ത്യാ വിരുദ്ധ പ്രചാരണം രാജ്യത്ത് ആരംഭിച്ച പ്രധാന വ്യക്തികളിലൊന്ന്. ഹസീന സർക്കാരിൻ്റെ കടുത്ത വിമർശകനായിരുന്ന ഭട്ടാചാര്യ സർക്കാർ നടപടികൾ ഭയന്ന് 2018 രാജ്യത്ത് നിന്ന് പലായനം ചെയ്തിരുന്നു. പ്രചാരണം ശക്തമായതോടെ ബംഗ്ലാദേശിലെ നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ആയിരക്കണക്കിന് ഫോളോവേഴ്സുള്ള ഗ്രൂപ്പുകളും വിഷയം ഏറ്റെടുക്കുകയും ഇന്ത്യക്കെതിരെ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ വിഷയം കൂടുതൽ ജനകീയ ശ്രദ്ധ നേടിയത് പ്രധാന പ്രതിപക്ഷ പാർട്ടി പ്രചാരണത്തെ പിന്തുണയ്ക്കുന്നതോടെയാണ്. മാർച്ച് 20 ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി സീനിയർ ജോയിന്റ് സെക്രട്ടറി ജനറൽ റൂഹുൽ കബീർ റിസ്വി തൻ്റെ ഇന്ത്യൻ നിർമ്മിത ഷാൾ വലിച്ചെറിഞ്ഞ് പ്രചാരണം ഏറ്റെടുക്കുകയായിരുന്നു. ബംഗ്ലാദേശികൾക്കോ പിനാകി ഭട്ടാചാര്യയ്ക്കോ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കോ ഇന്ത്യയുമായി കാര്യമായ വിരോധമൊന്നുമില്ല. എല്ലാവരുടെയും പൊതുശത്രു അവരുടെ ഭരണാധികാരി ഷെയ്ഖ് ഹസീനയാണ്. ജനുവരിയിൽ രാജ്യത്ത് നടന്ന തിരഞ്ഞെടുപ്പ് ജനാധിപത്യ വിരുദ്ധമാണെന്ന രോക്ഷം ബംഗ്ലാദേശികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഹസീന ഭരണകൂടത്തിനെതിരായ രോക്ഷം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന മാലദ്വീപ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ അനുകൂലി ഇബ്രാഹിം സോലിഹിന്റെ വീഴ്ചയിൽ പ്രധാന ഘടകമായി ഇന്ത്യ വിരുദ്ധത ഉപയോഗിച്ചതിന് സമാനമായ രീതിയാണ് ഇവിടെയും പ്രയോഗിക്കുന്നത്. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഇടപെടുന്നുവെന്നതിന് ശക്തമായ തെളിവില്ലെങ്കിലും ഹസീന തിരികെ അധികാരത്തിലെത്തിയത് ഇന്ത്യക്ക് കൂടി അനുകൂലമായ കാര്യമാണ്. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകളെ മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും മറ്റു രാജ്യങ്ങളും വിമർശിച്ചിട്ടും ഇന്ത്യ വിഷയത്തെക്കുറിച്ച് ഒരു പ്രസ്താവന പോലും നടത്തിയില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഹസീന മന്ത്രിസഭയിലെ മുതിർന്ന അംഗമായ ഒബൈദുൽ ഖദർ ബംഗ്ലാദേശിനൊപ്പം നിന്നതിന് ഇന്ത്യക്ക് നന്ദി പറഞ്ഞിരുന്നു. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ വിദേശ ശക്തികളുമായി സഖ്യമുണ്ടാക്കിയെന്ന് ആരോപിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ബംഗ്ലാദേശിന് കഴിയില്ല. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം ബംഗ്ലാദേശിൽ സോഷ്യൽ മീഡിയയിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ ഒരു വിള്ളലും ഉണ്ടാക്കാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ ബംഗ്ലാദേശികൾക്കിടയിൽ നിലനിൽക്കുന്ന ഇന്ത്യാ വിരുദ്ധ വികാരത്തിന് കൂടുതൽ പ്രചോദനം നൽകാൻ ഈ പ്രചാരണത്തിന് കഴിയും. ഹസീന സർക്കാരിനെതിരെ ഇത് ഉപയോഗിക്കാമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതീക്ഷ.